പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം പിന്നീടും വല്ലാതെ കലുഷിതമായിരിക്കുകയാണ്. സുവേന്ദു അധികാരി ബംഗാളിലെ BJPയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ ചില പ്രസ്താവനകൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ബംഗാളിൽ 50 ലക്ഷം ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടായില്ല. അങ്ങനെയാണ് BJP 18-ൽ നിന്ന് 12 സീറ്റുകളിലേക്ക് വീണത്. ഇപ്പോഴിതാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. BJPയുടെ സിറ്റിംഗ് സീറ്റുകളിൽ 4 BJP തോറ്റു. ഇപ്പോൾ ലോക്കറ്റ് ചാറ്റർജി എന്ന BJP നേതാവും സുവേന്ദു അധികാരിയുടെ പ്രസ്താവനയെ പിന്തുണച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുവേന്ദു അധികാരി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം BJPക്കുള്ളിൽ വലിയ സംഘർഷമുണ്ടാക്കി. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മുദ്രാവാക്യമാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. അദ്ദേഹം പറയുന്നു ഇനി അതല്ല വേണ്ടത്, നമ്മളെല്ലാവരുടെയും കൂടെ നിൽക്കണം, എല്ലാവരുടെയും വികസനമാണ് നമ്മുടെ ലക്ഷ്യം, എല്ലാവരുടെയും വിശ്വാസം ആർജിക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്നാണ് മോദി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. സുവേന്ദു അധികാരി പറയുന്നു അത് മാറ്റണം. ഹം ഉൻകെ സാത്ത് ജോ ഹമാരെ സാത്ത്, നമ്മുടെ കൂടെ ആര് നിൽക്കുന്നോ അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നുള്ള ഒരു മുദ്രാവാക്യം സുവേന്ദു അധികാരി ഉയർത്തിയിരിക്കുകയാണ്. BJPയുടെ അനുഭാവമുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവരും ഇത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വോട്ട് ചെയ്തവരെയാണ് നിങ്ങൾ കാണേണ്ടത്, അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കേണ്ടത്, അവർക്ക് വേണ്ടി ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടത് എന്ന് പറയുന്ന ഒരു വാദം പ്രബലമായിരിക്കുകയാണ് ഈ മാലപ്പടക്കത്തിന് സുവേന്ദു അധികാരി തീ കൊടുത്തിരിക്കുന്നത്. രാമേന്ദ്ര സാർ, മോദിയെ തിരുത്താൻ സുവേന്ദു അധികാരിക്ക് അധികാരമുണ്ടോ? ഇപ്പോൾ മോദിയെ തിരുത്താൻ അവകാശമുണ്ടെന്ന് പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ പിണറായി വിജയനുമായിട്ട് താരതമ്യമൊന്നും ഇല്ലെങ്കിലും പിണറായി വിജയനെതിരെയും ചിലർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ കേശവ് പ്രസാദ് മൗര്യയും യോഗിയും തമ്മിൽ തർക്കമുണ്ട്. ഈ തർക്കമൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ചയും ചെയ്യാറുണ്ട്. കേശവ് പ്രസാദ് മൗര്യ അവിടെ മുഖ്യമന്ത്രി ആകണമെന്ന് വിചാരിച്ചിരുന്നു. അദ്ദേഹം പോയി കണ്ടു. അദ്ദേഹത്തിനാണെങ്കിൽ അദ്ദേഹം പിന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ, ഇപ്പോൾ വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന സുനിൽ ബൻസായ്, ഈ കേശവ് പ്രസാദ് മൗര്യ, ഇവർക്ക് രണ്ടുപേർക്കും അമിത്ഷായുടെ കട്ട സപ്പോർട്ട് എന്ന് പറയില്ലേ, അതുണ്ട് എന്നുള്ളത് പണ്ടേ പാട്ടാണ്. അല്ല, 2017 കേശവ് പ്രസാദ് മൗര്യ ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അത് പിന്നീട് വളരെ നാടകീയമായൊരു നീക്കം, MLA-മാരെല്ലാം ചേർന്നിട്ട് ഞങ്ങൾക്ക് MLA അല്ലാത്ത യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയായി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് യോഗി മുഖ്യമന്ത്രിയായി വരുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ട്, ശരിയാണോ അത്? അല്ല, അങ്ങനെ ആ കാലത്ത് കേശവ് പ്രസാദ് മൗര്യയെ ആക്കണം എന്ന് ഈ അമിത്ഷായ്ക്കും മോദിക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു നിർണായകമായ ഇടപെടൽ ആ സമയത്ത് സംഘപരിവാറിൽ നിന്നുണ്ടായിരുന്നു എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ. നമ്മൾ ബംഗാളാണ് സംസാരിച്ചത്, UP-യിലെ കാര്യങ്ങൾ പറയാതെ വയ്യ. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടെ, ഈ യോഗി ആദിത്യനാഥ് BJPയുടെയോ RSSന്റെ ഒരു കേഡറായിരുന്നില്ല. ഹിന്ദു യുവവാഹിനി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലവൻ കൂടിയായിരുന്നു. മറ്റേ ഗോരഖ്നാഥൻ്റെ മുഖ്യ പൂജാരിയായിരുന്നു അദ്ദേഹം. അത് അങ്ങനെ വന്നിട്ട് BJP വഴി അല്ലാതെ വന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അതെ. അപ്പോൾ അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് വെല്ലുവിളി ഉണ്ട് എന്നർത്ഥം. കാരണം നേതൃത്വം കാംക്ഷിച്ചിട്ടല്ലാതെ വേറൊരു വഴിക്ക് വന്ന ആളാണ്. ഗോരഖ്നാഥ് പീഠത്തിൻ്റെ മഠാധിപതി, നേപ്പാൾ രാജകുടുംബത്തിൻ്റെയൊക്കെ കാർമ്മികൻ, രാജപുരോഹിതൻ എന്നൊക്കെ നിലയ്ക്ക് വന്നതുകൊണ്ട് ഈ ഉപമുഖ്യമന്ത്രിമാർക്ക് രണ്ടുപേർക്കും ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് മറ്റേ കേശവ് പ്രസാദ് മൗര്യയുടെ അവർ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥികളെയാണ് അവിടെ കൊണ്ടുവന്നത്. മറ്റേ യോഗി കൊടുത്ത വെട്ടിപ്പോയി പട്ടിക. 33 സ്ഥാനാർത്ഥികൾ യോഗി നിർദ്ദേശിച്ചത് ഒഴിവാക്കി എന്ന് പറയുന്നു. 33 സീറ്റ് സ്വാഹ. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സീറ്റിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും ഉത്തർപ്രദേശിൽ. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 13 സീറ്റുകളിലൂടെ അതിൽ വലിയ ദോഷമൊന്നും BJPക്ക് വന്നിട്ടില്ല. BJPയുടെ സീറ്റുകൾ കുറവായിരുന്നു. BJP മാത്രമല്ല, അതിൽ ബംഗാളിൽ മാത്രമേ ഈ BJP തൃണമൂല് വിട്ട് BJPയിൽ വന്നവർ പിന്നെ നിന്നപ്പോൾ തോറ്റുപോയി.
സിറ്റിംഗ് സീറ്റുകൾ പോയിട്ടുള്ളൂ. ശരിക്കും നോക്കുകയാണെങ്കിൽ 2 സീറ്റ് കൂടുതൽ കിട്ടുക ചെയ്തത് BJPക്ക് ആ ഉപതെരഞ്ഞെടുപ്പില്. അതാണ് നമ്മൾ വലിയ തോതിൽ അല്ല, ഇടയ്ക്ക് പറയുന്നുണ്ട് അയോധ്യ പോയി ബദ്രിനാഥും പോയി. ബദ്രിനാഥിൽ BJP MLA ആയിരുന്നില്ല. അത് പിന്നെ കോൺഗ്രസ് ആ സീറ്റ് നിലനിർത്തി. അതെ, BJPയുടെ സീറ്റൊന്നും ആയിരുന്നില്ല ഈ തോറ്റ സ്ഥലങ്ങള്. 2 ഒരെണ്ണം NDAക്ക് കിട്ടി. അതില് മറ്റേ ബീഹാറില് തെരഞ്ഞെടുപ്പ് സ്ഥലത്ത് സ്വതന്ത്രനാണ് ജയിച്ചത്, ശങ്കർ എന്ന് പറഞ്ഞ ആളെന്ന് പറയും. അയാള് സ്വതന്ത്രനാണെങ്കിലും നമ്മുടെ പാസ്വാന്റെ പാർട്ടിയിലെ അംഗമാണ് അദ്ദേഹം. അപ്പൊ ശരിക്കും അവിടെ ജയിച്ചത് NDA. അതാണ്. പക്ഷേ പുറത്തു വരുന്ന ഒരു കാര്യം അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ബംഗാളിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ UPയിൽ വന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ UP ആണ് നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി കൊടുത്തത് എന്നും UPയിൽ എന്തൊക്കെയോ ഇനിയും പുറത്തു വരാനിരിക്കുന്നു എന്നുമുള്ള വാർത്തകൾ പലരും ഒതുക്കി സൂചിപ്പിച്ചിരുന്നു. അത് ശരിയാണെന്നല്ലേ ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നത്? പറഞ്ഞു കാലത്തൊക്കെ നമ്മൾ കുറച്ച് പൊതിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഈ കേശവ് പ്രസാദ് മൗര്യയുടെയും സുനിൽ ബൻസാലിന്റെയും കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത് ഒരു ഭാഗത്തുനിന്ന് അമിത്ഷായ്ക്കെതിരെ ഉള്ള ഒരു പോരാണത്. അതാണ് നമ്മൾ പച്ചയ്ക്ക് പറയാതിരുന്നത്. അപ്പൊ അമിത്ഷായെ മോദി എന്തായാലും സംരക്ഷിക്കുമല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള വിഷയം എന്താന്ന് വെച്ചാൽ യോഗിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോ പ്രബലമായിട്ട്. അപ്പോ യോഗി മറ്റേ മോഹൻ ഭാഗവതിനെ 1 മണിക്കൂറോളം 2 തവണ കണ്ടതാണല്ലോ. അല്ല, ഈ മാസം 27, 28 തീയതികളിലായിട്ട് BJP മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം ദില്ലിയിൽ ചേരുന്നുണ്ട്. പക്ഷേ അതിനുശേഷം രാഷ്ട്രീയമായ വലിയ മാറ്റം. ഈ സൗജന്യങ്ങൾ കൊടുക്കുന്നതിലൊക്കെ BJP സർക്കാരുകൾ വിമുഖമായിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ വലിയ തോതിൽ സ്ത്രീകൾക്ക് 1500 രൂപയുടെ സ്കീം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് 6000 രൂപ മുതൽ 12000 രൂപ വരെ കിട്ടുന്നൊരു സ്കീം അവർ പഠിക്കുന്ന കോഴ്സ് അനുസരിച്ച് വരുന്നു. അപ്പോൾ കാലത്തിനൊത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചില കാര്യങ്ങൾ മാറ്റി കടുംപിടുത്തങ്ങളൊക്കെ മാറ്റുന്ന തരത്തിലുള്ളൊരു നീക്കം വരുന്നു തോന്നുന്നു. ബജറ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് നിർമ്മല സീതാരാമൻ നാഗ്പൂരിൽ പോയി മോഹൻ ഭഗവതുമായിട്ട് ചർച്ച നടത്തി. ഇതൊന്നും മുൻകാലങ്ങളിൽ നടന്നിട്ടില്ലാത്ത കാര്യമില്ല. ഇപ്പോൾ കൺസൾട്ടേഷൻസ് നടക്കുന്നു എന്നർത്ഥം. കാരണം അതിനു മുമ്പ് RSSന്റെ ചില ഭാരവാഹികളൊക്കെ തുറന്ന് പല കാര്യങ്ങളും സംസാരിച്ചിരുന്നല്ലോ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് നഡ്ഡ ഞങ്ങൾ RSSനേക്കാളൊക്കെ വളർന്നു ഒരു അഭിമുഖത്തിൽ പറയുന്നത് സഹായമില്ലാതെയും തെരഞ്ഞെടുപ്പ്. അതെ, പക്ഷെ അദ്ദേഹം പറയാതിരുന്നത് ഞങ്ങൾക്ക് RSSുമായിട്ട് എപ്പോഴും ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും പറയായിരുന്നു. അത് പറയാനായിട്ട് മറന്നുപോയി. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ മലയാളത്തിൽ ഞങ്ങൾക്കൊപ്പം ആരുണ്ടോ ഞങ്ങൾ അവർക്കൊപ്പം എന്ന് പറയാവുന്ന വിധത്തിൽ മുദ്രാവാക്യം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത് മാറ്റണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞത് അത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ കാരണം പറയുമ്പോഴാണ് പുള്ളി BJP മൈനോറിറ്റി മോർച്ച പിരിച്ചുകൊടുക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്രയൊക്കെ സഹായിച്ചാലും ഈ മുസ്ലിം വോട്ടർമാർ നമ്മുടെ കൂടെ നിൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നന്ദിഗ്രാം MLA ആണ്, പ്രതിപക്ഷ നേതാവാണ്. പലരും കരുതിയിരിക്കുന്ന അദ്ദേഹം അവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണെന്നാണ്. കാരണം കൂടുതൽ സംസാരിക്കുന്ന അറിയപ്പെടുന്ന അദ്ദേഹമാണ്. അദ്ദേഹം MLAയും പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് നാം ഹിന്ദുക്കളെ സംരക്ഷിക്കും, ഭരണഘടനയും സംരക്ഷിക്കും. ദേശീയ മുസ്ലിങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു, ഇനി അധികം പറയേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നാണെന്ന് പറഞ്ഞു. എല്ലാവരെയും നമ്മൾ കൂടെ നിർത്തുന്നതാണല്ലോ നിങ്ങൾ പറയുന്നത്. അതിനി ഞാൻ പറയില്ല. അല്ല, ഇത് പറയുമ്പോൾ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. UPയിലെ കണക്കുകൾ. UPയിലെ ഒരു ബൂത്ത്, ആ ബൂത്തിൽ അല്ല ഒരു വാർഡ്, ഈ വാർഡിൽ 100% മുസ്ലിങ്ങളാണ്. BJP കിട്ടിയ 0 വോട്ടാണ്. BJP അവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 253 നാരായൺപൂരിൽ 253 വീടുകൾ കൊടുത്തിരുന്നു. BJPക്ക് കിട്ടിയത് 0 വോട്ടുകളാണ്. അങ്ങനെയുണ്ട്. അതെ, പ്രധാനമന്ത്രി മറ്റേ യോജനയിലൊക്കെ പെടുത്തിയ വീടുകൾ കൊടുത്തു അവിടെ, എന്നിട്ട് ഒരു വോട്ടും കിട്ടിയില്ല അവിടെ. അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൃണമൂൽ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. എനിക്ക് അഹമ്മദ് മാഷിനോട് ഒരു കാര്യം, ഒരു സെക്കൻഡ് ഞാൻ മാഷിലേക്ക് ഒന്ന് പോകട്ടെ. അതായത് ഈ അദ്ദേഹം പറയുന്നത് നമുക്ക് ആര് വോട്ട് ചെയ്യുന്നു അവരുടെ കൂടെ നമ്മൾ നിൽക്കണം എന്നാണ് പച്ചയ്ക്ക് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ഉദാഹരണം എടുത്താൽ, കേരളത്തിലെ മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിൽ അതുതന്നെയാണ്, മുസ്ലിം പ്രീണനം നടത്തുന്നുണ്ട്. നമ്മുടെ മുനീർ സാഹിബ് തന്നെ പറഞ്ഞു CPM നടത്തുന്ന മുസ്ലിം പ്രീണനം മടുത്തിട്ടാണ് മുസ്ലിങ്ങൾ CPMന് വോട്ട് ചെയ്യാതിരുന്നത് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം
എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുമ്പോൾ ബി ജെ പിയും അത് തന്നെ ചെയ്യണോ? ബി ജെ പിയുടെ വോട്ട് ബാങ്കായ ഹിന്ദുക്കളെ ബി ജെ പി കാണാതിരിക്കുന്നു എന്ന പരാതി വ്യാപകമായുണ്ട്. അപ്പോൾ ഒരു പ്രായോഗികമായ നിലപാടല്ലേ? അതിന് അവസരവാദം ഒന്നും പറയാൻ പറ്റുമോ? മാഷ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല സാർ, ഇത് ഈ ഞാൻ സാധാരണ രീതിയിൽ നിത്യജീവിതത്തിൽ എല്ലാ മനുഷ്യരും സാധാരണക്കാർ പറയുന്ന ഒരു കാര്യമാണ്, നമ്മക്കാരുണ്ടോ നമ്മളുണ്ടാവും. അതാണല്ലോ ഒരു ജീവിതത്തിന്റെ ഒരു പ്രായോഗിക വശം. അതൊരു സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യന്റെ ഒരു ലോജിക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നീതിബോധമാണത്. എൻ്റെ കൂടെ നിന്നവൻ്റെ കൂടെ ഞാനും നിൽക്കും. അത് സ്ട്രൈറ്റ് അങ്ങനെയാണ്. ഒരു കുറിക്കല്യാണം എന്ന് പറയും ഞങ്ങൾ നാട്ടിൻപുറത്ത്. അങ്ങനെയുള്ള ഒരു ഏർപ്പാടാണ്. ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് സഹായിക്കും, അതാണ്. പക്ഷേ അത് ജനാധിപത്യത്തിന്റെ ഒരു ആദർശപരമായ ഒരു തലത്തിൽ ഒരു തലമുണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞതിലൊരു വാക്കുണ്ട്, നമ്മൾ ഹിന്ദുക്കളെ രക്ഷിക്കണം, ഭരണഘടനയെയും രക്ഷിക്കണം. ഭരണഘടനയെ കൂടി നമ്മൾ രക്ഷിക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, അതാണ് കാര്യം. നരേന്ദ്രമോദി 3 തവണയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദിക്ക് ഈ മുദ്രാവാക്യമല്ലാതെ മറ്റൊരു മുദ്രാവാക്യം വിളിക്കാൻ കഴിയില്ല, അത് പാടില്ല. കാരണം എല്ലാവരും ജയിച്ചു കഴിഞ്ഞ പ്രധാനമന്ത്രി തനിക്ക് അനുകൂലമായി ജയിച്ചു കഴിഞ്ഞ പ്രധാനമന്ത്രി എല്ലാവരുടെയായിട്ട് കാണുന്നില്ലല്ലോ. മാഷ് പറയുന്നത് ശരിയാണ്. ഈ ആദർശാത്മകതയൊക്കെ നമ്മൾ പുറംപുച്ചാണല്ലോ. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുന്നത് സംശയമില്ല സാർ. പക്ഷെ വോട്ട് ബാങ്ക് എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നത്, പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം. 2 കാരണം കൊണ്ട്. ഒന്ന്, ഞാൻ ഒരു വാചകം കൂടി, എന്താന്ന് വെച്ചാല് മോദി ഇപ്പൊ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം മാറ്റാനൊന്നും പോകുന്നില്ല. അത് മാഷ് പറഞ്ഞ ന്യായം വെച്ചിട്ട് തന്നെ ആദർശാത്മകതയുടെ പുറംപൂച്ചൊക്കെ നിലനിൽക്കും. അത് പണ്ട് ഗോവിന്ദാചാര്യ പറഞ്ഞില്ലേ, മറ്റേ വാജ്പേയി ഞങ്ങളുടെ ഒരു മുഖാവരണം മാത്രമാണെന്ന് പറഞ്ഞു ഓർക്കുന്നില്ല. അതിന്റെ പുറകിൽ ഞങ്ങൾ പല കുത്തിത്തിരിപ്പം നടത്തുന്നത്. അപ്പൊ ഈ മുദ്രാവാക്യം ഒന്നും മാറ്റാൻ പോകുന്നില്ല. പക്ഷെ ഇങ്ങനെ പറയുന്നതിൻ്റെ അകത്തൊരു പ്രായോഗിക രാഷ്ട്രീയല്ലേ? പറഞ്ഞ രാഷ്ട്രീയമുണ്ട് സാർ. പക്ഷെ ഞാൻ പറയുന്നത് നരേന്ദ്രമോദി അത് മറന്നിട്ടില്ല എന്ന് പ്രയോഗത്തിൽ നിന്ന് അറിഞ്ഞ ഒരാളാണ്. നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടത്. എന്താണെന്ന് വെച്ചാൽ, ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും നേതാവാണ് ഞാൻ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത ഈ 40% ആളുകളുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, 100 പേരുടെയും പ്രധാനമന്ത്രിയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവരുടെയും കൂടെ നിൽക്കും, എല്ലാവരുടെയും വികാസം എന്ന് അദ്ദേഹം പറയണം. എന്നാൽ പ്രയോഗത്തിൽ ഈ സുവേന്ദു അധികാരി എന്താണ് കാണാത്തത്? പ്രയോഗത്തിൽ ആരെയാണോ രക്ഷിക്കേണ്ടത്, ആരുടെ അജണ്ടയാണോ ഉയർത്തിപ്പിടിക്കേണ്ടത്, ആ അജണ്ട ഉയർത്തിപ്പിടിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടില്ലേ നരേന്ദ്രമോദി? അപ്പൊ ഞാൻ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവും. പറഞ്ഞോളൂ. അവിടെ തൃണമൂൽ ഇപ്പൊ വലിയ അക്രമങ്ങൾ, ഈ BJP തൃണമൂൽ ഗുണ്ടകളുടെ അക്രമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തുഫാൻഗഞ്ച്, മിനാഖാൻ, ഖരഗ്പൂര്, ഹബ്ര, സോണാമുഖി, ഇവിടെ BJP പ്രവർത്തകരുടെ വീടുകൾ തകർത്തു ഗുണ്ടകൾ. ഹിംഗൽഗഞ്ച്, നാരായൺഗഡ്, അവിടെ പ്രവർത്തകരെ ആക്രമിച്ചു. കാനിഗ്, ജങ്കർ, ബരക്പൂർ, നൈഹതി, അവിടെ പാർട്ടി ഓഫീസുകൾ ആക്രമിച്ചു, തീവച്ചു. ബരാനഗർ, തപൻ, അവിടെ ആക്രമിച്ചു. ഗോപി ബല്ലവ്പൂരിൽ റാബി എന്ന് പറഞ്ഞൊരാളെ കൊന്നുകളഞ്ഞു, പ്രവർത്തകനെ. പിന്നെ കൂച്ച് ബിഹാറിൽ ആ ദമ്പതിമാരെ നഗ്നരാക്കി നടത്തി, സ്ട്രിപ്പ് ചെയ്തു. 400 കമ്പനി പാരാമിലിറ്ററി അവിടെ ഉണ്ട്. 400 കമ്പനി എന്ന് പറഞ്ഞാൽ 40,000 സൈനികരെ അവിടെ ഇറക്കിയിട്ടുണ്ട്, ഈ BJP-ക്കാരെയൊക്കെ സഹായിക്കാനും ഒക്കെ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷേ മമതാ ബാനർജിയുടെ സർക്കാർ സഹായം കൊടുക്കാത്തത് കൊണ്ട് എങ്ങനെയൊക്കെ നീങ്ങണം, അതിന് ഒരു സഹായം കൊടുക്കാത്തതുകൊണ്ട് ഈ പാരാമിലിറ്ററിക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലെന്താ മോദി ഇടപെടാത്തത്? അത് സ്വയംതു ഇത് അധികാരി ചോദിച്ചില്ലെങ്കിലും അതും പശ്ചാത്തലത്തിലുണ്ട്. ബംഗാളിലെ ഈ കാര്യം, ബംഗാളിലെ BJP-ക്കാരുടെ വേട്ടയാടൽ അല്ലെങ്കിൽ ഹിന്ദുക്കളെ വേട്ടയാടൽ എന്ന് കഴിഞ്ഞ ഒരു 10 വർഷമായി കേൾക്കുന്നതാണ്. മോദി ഒന്നും ചെയ്തിട്ടില്ല. അതിനൊരു പ്രശ്നമുണ്ട് സാർ. ഒരു പാർട്ടി അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ് ബംഗാളിൽ BJP തകർച്ചയുടെ ഘട്ടത്തിലാണ്. അതിപ്പോ ലോക്കറ്റ് ചാറ്റർജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പുതിയ ലോക്കറ്റ് ചാറ്റർജി പറയുന്നത് BJP പ്രവർത്തകർ ഭയചകിതരാണ്, അവർ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ വിചാരിക്കുന്നത് അതൊക്കെ ഒരു എന്താ പറയുക, വളരെ എന്താ പറയുക, സ്ട്രഗിൾ ചെയ്യുന്ന, പൊരുതിക്കൊണ്ട് മുന്നേറുന്ന ഒരു സമയത്തുണ്ടാകുന്ന തിരിച്ചടികളായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. കാരണം 34 കൊല്ലം പൊരുതിയത് CPM-നോടാണ് BJP വളരെ ദുർബലമായിരുന്നല്ലോ അന്ന്. ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ തൃണമൂല് വന്നു. തൃണമൂലിനോട് പൊരുതി കയറുമ്പോഴും അവർ മുന്നേറിയിട്ടുണ്ട്. മുന്നോട്ടേ ഇല്ലാന്ന് ബംഗാളിലെ പാർട്ടിയെക്കുറിച്ച് BJP-ക്കുറിച്ച് പറയാൻ പാടില്ല. പക്ഷെ തിരിച്ചടിയുണ്ട്. ഒരു കാര്യം എന്താ വെച്ചാൽ,
ആഭ്യന്തര വകുപ്പ് നമ്മുടെ ഭരണഘടന പ്രകാരം അറിയാലോ സാറിന്. ഇപ്പം ഇവിടെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരായി എന്തൊക്കെ പറഞ്ഞാൽ എത്ര സ്ട്രോങ് ആണ് ബംഗാളിനേക്കാൾ എത്ര സ്ട്രോങ് ആണ് ഇവിടുത്തെ BJP എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ കേസെടുത്താൽ പോലും ഇവിടെ കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരം സംഘർഷം. പക്ഷേ ഇവിടുത്തെ പോലെയല്ല. കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ബോധം വെച്ചിട്ട് ഏത് പാർട്ടി ജയിച്ചാലും ഈ എതിരാളിയെ ആക്രമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. അങ്ങനെയല്ല, പക്ഷേ കേന്ദ്രത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്, അതോടൊപ്പം പവേഴ്സും ഉണ്ട്. ചില പ്രദേശങ്ങളിലെ പ്രശ്നബാധിത പ്രദേശങ്ങളായി വേണമെങ്കിൽ കേന്ദ്രത്തിന് പ്രഖ്യാപിക്കാം. അത് ന്യായമായ കാരണങ്ങൾ വേണ്ടേ സാർ? അത് ന്യായമായ കാരണം, അതായത് ഇവിടെ 1957 സർക്കാരിന്റെ കാലത്ത് സെൽഭരണം നടന്നിരുന്നില്ലേ, അതിന് സമാനമാണ് ഇപ്പൊ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോടതികളുണ്ട്, തൃണമൂൽ കോൺഗ്രസിന്റെ കോടതികൾ. അതാണ് പല സ്ഥലത്തും വിചാരണകൾ നടത്തുന്നത്. തൃണമൂലിന്റെ പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുകയാണ് കക്ഷികളെ. അതിൽ ചില ആളുകൾ പോകുന്നില്ല. നിങ്ങൾ ഈ കോടതിയിൽ, ഈ പാർട്ടി ഓഫീസിലെ കോടതിയിൽ വന്നില്ലെങ്കിൽ 10 ലക്ഷം രൂപ പിഴയടക്കണം. കേരളത്തിൽ അത് തന്നെയായിരുന്നു, നോട്ടീസ് അടിച്ചു. അത്തരം നീക്കങ്ങൾ വരുമായിരിക്കും എന്റെ വിശ്വാസം. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ മോർച്ച അവരുടെ ഈ TMCയുടെ ന്യൂനപക്ഷ സെൽ ഭരിക്കുന്ന സ്ഥലത്താണ് ഇത് കൂടുതലും കാണുന്നത്. അവിടെയാണ് ഈ സംഭവം നടന്നില്ലേ, സ്ട്രിപ്പിംഗ്, നഗ്നയാക്കിയത്. അവിടുത്തെ MLA ആയ JCB എന്ന് വിളിപ്പേരുള്ള അവിടുത്തെ MLA പറഞ്ഞതെന്നറിയോ, അവര് ഈ ആളുകൾ പ്രതികരിച്ചത് ഇത്തിരി കൂടുതലായി പോയി, ഇവരെ നഗ്നരാക്കി മർദ്ദിച്ചപ്പോൾ. എന്നാലും നമ്മുടെ ഇസ്ലാമിക രാജ്യത്തിന് ചില നിയമങ്ങളുണ്ട്, അത് പാലിക്കണമെന്നാണ് അയാൾ പറഞ്ഞത്. നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളുടെ ധാരാളം ഈ ഉദാഹരണങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ അത് എന്തായാലും ഇത്തരം ഇഷ്യൂസ് ബംഗാളിലുണ്ട് എന്നുള്ളത് പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്, വാർത്തകൾ വന്നിട്ടുണ്ട്, നിത്യ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യാൻ നിർഭാഗ്യവശാൽ ഈ BJP ഗവൺമെൻറ് അയച്ചു കൊടുത്ത ഒരു ഗവർണർക്ക് സ്വന്തം ആനന്ദമല്ലാത്ത യാതൊരു ഒന്നും ചെയ്യാനില്ല എന്ന ദയനീയാവസ്ഥ കൂടി എൻ്റെ കൂട്ടത്തിൽ കാണും. അതുകൊണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ കാണേണ്ടതാണ് എന്ന് അവിടുത്തെ BJP പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞാൽ ന്യായമാണ്. പക്ഷേ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മുദ്രാവാക്യം വിളിക്കുമ്പോഴും അത് രാജ്യത്തിന് വേണ്ടിയും ഭരണഘടന ഉയർത്തിപ്പിടിച്ചും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയേണ്ട ഗംഭീരമായ ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോഴും അദ്ദേഹമാക്കി തീർത്ത ഹിന്ദു സമൂഹത്തെയോ അവരുടെ താല്പര്യങ്ങളെയോ മറന്നിട്ടില്ല. നരേന്ദ്രമോദി ആരാണ് ശ്രീരാമ ജന്മഭൂമി ഇഷ്യൂ ഇത്ര അഭിമാനകരമായ തരത്തിൽ ഉയർത്തിയത്? നരേന്ദ്രമോദി ഒന്നുമല്ല. രാമജന്മഭൂമി ബംഗാളിലെ രാഷ്ട്രീയത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ പ്രശ്നം വെച്ചിട്ട് എങ്ങനെയാണ് സാർ ഒരു പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ ലോകം മുഴുവൻ മുഴക്കിയ മാതൃകാപരമായ ബംഗാളിൽ നിന്നുള്ള നിലവിളി ഇന്ന് തുടങ്ങിയതല്ല മാഷെ, 10 വർഷമായി. അവിടുത്തെ BJP പ്രവർത്തകരെ കാണാതാവും, പിന്നെ നോക്കുമ്പോൾ മരക്കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കും. എത്ര കേസുകൾ, അത്തരം ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കേന്ദ്രമന്ത്രിമാർ ആക്രമിക്കപ്പെടുന്നു, EDയും NIAയും ആക്രമിക്കപ്പെടുന്നു. എന്തൊക്കെയാണ് ബംഗാളിൽ നടക്കുന്നത്? ഗാന്ധിയും നെഹ്റു ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ചിത്തരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭരണമായിരുന്നു. CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്, അദ്ദേഹത്തിന്റെ കാലത്ത് ഈ രണ്ടുപേരെയും അവിടെ കടത്തില്ലായിരുന്നു. ഈ ഗാന്ധിയെയും നെഹ്റുവിനെയും അവരുടേതായ രീതിയിലാണ്. അതാണ് ബംഗാൾ രാജ്യം എന്നും വേറിട്ട്. അല്ലല്ല, അവർ പറയുന്നില്ല വിശാല ബംഗാൾ എന്ന രാജ്യം തന്നെയാണ് മമതയുടെ ലക്ഷ്യം. പറയുന്നില്ല എന്ന് മാത്രം പറയും. ബംഗാളിന് വേണ്ടി പ്രത്യേകമായ അജണ്ടയും സ്ട്രാറ്റജിയും ഒക്കെ തയ്യാറാക്കണമെന്നായിരിക്കും സുവേന്ദു അധികാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് സബ്കെ സാത്ത് എന്ന് പറയുമ്പോഴും ഈ BJP ആക്കി തീർക്കുന്ന നരേന്ദ്രമോദിയുടെ ശക്തി കേന്ദ്രങ്ങൾ എല്ലാ അജണ്ടകളും ഇപ്പൊ ഏത് അജണ്ട എടുക്കുമ്പോഴും ഈ ആരോപണം വന്നിട്ട് നമുക്കൊരു ഉടമ്പടി സന്ധി ആകാമോ എന്ന് നോക്കാം മാഷേ. ആ സബ്കാ സാത്ത് നിൽക്കുന്നോട്ടെ, ഇതും കൂടി നമുക്ക് എടുക്കാമോ? അത് ആലോചിക്കേണ്ടതാണ്. അതെ, ഞാൻ പറഞ്ഞൊരു കാര്യത്തിലേ ഉള്ളൂ. ഇത് സുവേന്ദു അധികാരി ഇങ്ങനെ പറയുമ്പോഴും ഈ സബ്കെ സാത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ നടപ്പാക്കിയ മൗലികമായ എല്ലാ പരിഷ്കാരങ്ങളും ഹിന്ദുവിന് വേണ്ടി ന്യൂനപക്ഷ വിരുദ്ധമായി നടപ്പാക്കിയതാണെന്ന ആരോപണം അദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടില്ലേ? അതിപ്പോ സംവരണത്തിനെ പറ്റി അദ്ദേഹം CAA വന്നപ്പോഴും യൂണിഫോം സിവിൽ കോഡ് വരുമ്പോഴും കാശ്മീർ ഇഷ്യൂ വരുമ്പോഴും മന്ദിർ ഇഷ്യൂ വരുമ്പോഴും ഈ സംവരണത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും വരുമ്പോഴും ഒക്കെ ഈ പാവം പ്രധാനമന്ത്രി കേട്ട ആരോപണം എന്താ? നമ്മൾ പലപ്പോഴും പരാതിപ്പെടുന്നത് എന്താണ്, മോദി ഞാനൊരു ഫാഷിസ്റ്റ് ആണെന്ന് പറയണം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കോൺഗ്രസ്സുകാരാണ് ഫാഷിസ്റ്റുകൾ. പക്ഷെ സുവേന്ദു അധികാരി ഈ ഘട്ടത്തിൽ
ഈ മുദ്രാവാക്യങ്ങളൊക്കെ കേട്ട് ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ചെറിയ ഫലം കൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇത്തിരി കുറഞ്ഞത്. 3ാം തവണ അധികാരത്തിലേറിയ സമയത്ത് ബംഗാളിൽ നിന്ന് നിങ്ങൾ ഹിന്ദുവിൻ്റെ കാര്യം നോക്കുന്നില്ല എന്നൊരു പരാതി ആ മനുഷ്യന് നേരെ പ്രധാനമന്ത്രിക്ക് നേരെ ഉയർത്തുന്നത് ഏറ്റവും ചുരുങ്ങിയത് നന്ദികേടാണെന്നാണ് എനിക്ക് ഈ അത് കൂട്ടത്തിൽ. ശരിയാണെന്നുള്ള നിലപാട് എനിക്കുള്ളത്. എനിക്ക് മനസ്സിലായ വേറെ കാര്യം ഞാൻ പറയാം. രാമേന്ദ്ര സാറിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടാറ് പ്രേമമാണ് അഹമ്മദ് മാഷിന്. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഫാനാണ്. മെറിറ്റിന് മാർക്ക് കൊടുക്കുന്നുണ്ട് എപ്പോഴും. അദ്ദേഹത്തിന്റെ ഞാൻ തുടക്കത്തിലൊക്കെ അത് ഓർമ്മയുണ്ടല്ലോ സാറിന്, അദ്ദേഹത്തെ കുറിച്ചുള്ള എന്റെ ആശയം 400 സീറ്റ് കിട്ടാനുള്ള വിദ്യകളും കൂടി ഉപദേശിക്കേണ്ടിയിരുന്നു ആ സമയത്ത്. അല്ല, മോദി എന്ന പ്രധാനമന്ത്രി നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട്, രാജ്യത്തിൻ്റെ പൊതുനന്മ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ ഈ കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒരു പ്രതീക്ഷയായി കാണുന്ന ഒരു വലിയ ജനവിഭാഗത്തിന് ഒരുപാട് അസംതൃപ്തികളുണ്ട്. പലതും അദ്ദേഹം കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നുള്ള പരാതികളുണ്ട്. ആ പരാതികളുടെ ഭാഗമാണ് സുവേന്ദു അധികാരിയുടെ ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് കാണാനാണ് എനിക്കിഷ്ടം. തീർച്ചയായിട്ടും അവരുടെ പരാതികൾ കൂടി അദ്ദേഹം കേൾക്കുമായിരിക്കും. നിങ്ങളെ രക്ഷിക്കണേ എന്നുള്ളൊരു ദീനവിലാപമാണ് മാഷയത്. ദീനവിലാപങ്ങൾ എത്രയോ മാഷ കേട്ട് സഹായിച്ചിട്ടില്ലേ, അവരുടെ കൂടെ നിൽക്കൂ. തീർച്ചയായിട്ടും എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ വിലാപം നരേന്ദ്രമോദി കേൾക്കട്ടെ. സുവേന്ദുവിനെ തിരുത്താതെ തല്ലാതെ ഈ ശബ്ദത്തിന്റെ പിന്നിലെ കാരണം കണ്ണു തുറന്ന് കേന്ദ്ര നേതൃത്വം കാണട്ടെ. തീർച്ചയായിട്ടും ആരും കേൾക്കുമെന്ന് കരുതിയിരുന്നില്ലാത്ത ഒരു കേരളത്തിന്റെ തേട്ടം ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരു ആൾട്ടർനേറ്റീവ് MP ജയിച്ചു വരട്ടെ. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തതും അധ്വാനിച്ചതും നരേന്ദ്രമോദിയാണെന്ന് ഞാൻ പറയും. പക്ഷെ തൃശ്ശൂർ ബംഗാളിലല്ല. തീർച്ചയായിട്ടും ബംഗാളിന്റെ ദീനവിലാപം കൂടി അദ്ദേഹം കേൾക്കുമായിരിക്കും. അത് കേൾക്കണം. സുവേന്ദുവിനോടൊപ്പമാണ് മനസ്സുകൊണ്ടെങ്കിലും ഞാൻ. തീർച്ചയായിട്ടും രണ്ടുപേര് ഒരു അങ്ങനെ ഉണ്ടല്ലോ 2:1 അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് നോക്കാം എവിടെ എത്തുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.